മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. അതായത് ഏത് സൽക്കർമ്മങ്ങൾക്കും നമുക്ക് ചെയ്യാവുന്ന എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ ആ സൽക്കർമ്മങ്ങൾക്കൊക്കെ അള്ളാഹു ഇത്രത്തോളം പ്രതിഫലം നൽകുന്ന, അള്ളാഹുവിന് ഏറെ ഇഷ്ടകരമായ ഒരു ദിനങ്ങൾ ഇതിനോളം വേറെ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് മത്സരിക്കേണ്ട ദിവസങ്ങളാണിത്. കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു കിട്ടുവാൻ വേണ്ടി റബ്ബിന്റെ വാതിലുകൾ മുട്ടേണ്ടുന്ന സന്ദർഭമാണിത്. എന്തുകൊണ്ടായിരിക്കാം ഇത്രത്തോളം ഈ ദിവസങ്ങൾക്ക് പ്രാധാന്യമുണ്ടായത്? പണ്ഡിതന്മാരത് വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു കാലത്തും ഒന്നിച്ചു വരാത്ത ഒരുപാട് സൽക്കർമ്മങ്ങൾ സമ്മേളിക്കുകയാണ് ഈ ദിനങ്ങളിലൂടെ. നിസ്കാരം, അതേപോലെ തന്നെ നോമ്പ്, സ്വദഖ, ഹജ്ജ്, ദിക്ർ, ഖുർആൻ പാരായണം, തക്ബീർ, ദുആ, തൗബ, ഇസ്തിഗ്ഫാർ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ അവസരം, കുടുംബബന്ധം ചേർക്കാൻ അവസരം, പരോപകാരം ചെയ്യാൻ അവസരം, എല്ലാം ഉൾക്കൊള്ളുന്ന, ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരവസരം നമുക്ക് വേറെ ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ സൽക്കർമ്മങ്ങളാൽ ഉപയോഗപ്പെടുത്തുന്നവരാണ് മഹാഭാഗ്യവാന്മാർ എന്ന ചിന്ത നമുക്കുണ്ടാകണം. തൗബയ്ക്കും ആത്മപരിശോധനക്കും അതിലൂടെ ഹൃദയവിശുദ്ധി നേടുവാനും മറ്റുള്ളവരോടുള്ള കടമകൾ കൊടുത്തു തീർക്കുവാനും വല്ലതുമുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കുവാനും പറ്റുന്ന സന്ദർഭങ്ങളാണെന്ന് മനസ്സിലാക്കണം. കാരണം ഇത് പാപമോചന നാളുകളാണ്, നരകവിമോചനത്തിന്റെ നാളുകളാണ്. അതുകൊണ്ട് തന്നെ മൻ കാനത ഇൻദഹു മദ്ലിമ ലിഅഖീഹി, ആർക്കെങ്കിലും തന്റെ സഹോദരനോട് ഏതെങ്കിലും വിധത്തിലുള്ള ദ്രോഹങ്ങൾ ചെയ്തതോ, അവകാശങ്ങൾ കൊടുത്തു വീട്ടാനുള്ളതോ, പറഞ്ഞു പൊരുത്തപ്പെടിക്കാനുള്ളതോ, ആ വിധത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഉടനെ ഫല്യതഹല്ലൽഹു മിൻഹാ, അതിൽ നിന്നൊക്കെ ഒഴിവായിക്കൊള്ളണം. കാരണം പാപമോചനത്തിന്റെ അടിസ്ഥാനമാണത്, നരകവിമോചനത്തിന്റെ അടിസ്ഥാനമാണത്. കേവലം ആ രൂപത്തിൽ ഇസ്ലാമികമായിട്ട് അള്ളാഹുവെ പൊറുക്കണേ എന്ന് പറയുന്നത് കൊണ്ടുള്ള മാത്രം പ്രയോജനം ലഭിക്കില്ല. അതിൻ്റെ ഷർത്തുകളൊക്കുന്ന വിധത്തിൽ നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ. നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊരു വിശ്വാസിയോട് പറയേണ്ടതില്ല. അതിൻ്റെ പുറമെ സുന്നത്തുകളോട് ലാഘവ ബുദ്ധി കാണിക്കരുത്. അതൊരു സുന്നത്തല്ലേ, അതൊരു കുഴപ്പമില്ല എന്ന ഒരു നിസ്സാരവൽക്കരണം നമ്മുടെ മനസ്സിലുണ്ടാകരുത്. അതുകൊണ്ട് തന്നെ നമുക്ക് റക്അത്തുകൾ മുഖേന, നിസ്കാരം മുഖേന, തസ്ബീഹുകൾ മുഖേന, ഖുർആനോത്ത് മുഖേന, അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ മുഖേന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന സൽക്കർമ്മങ്ങൾ മുഖേന, കുടുംബബന്ധം ചേർക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കർമ്മം മുഖേന മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുത്തുകൊണ്ട് പരോപകാരിയായി തീരുക എന്നുള്ള നന്മയിലൂടെ നമ്മോട് തെറ്റ് ചെയ്തവർക്ക്, നമ്മോട് പിണങ്ങി നിൽക്കുന്നവർക്ക് മാപ്പ് കൊടുക്കുക